നിയമസഭയിൽ ചർച്ചയായി ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റം. ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. മുഴുവൻ കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കുന്ന നടപടികൾക്കായി പ്രത്യേക സംഘം രൂപീകരിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. രാഷ്ട്രീയ സമ്മർദ്ദം മൂലം കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസാണ് കയ്യേറ്റം സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇടുക്കിയിൽ ഭൂമി കയ്യേറ്റം ഇല്ലെന്ന് പറയുന്നില്ലെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. എന്നാൽ കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ല. 24 പുറത്തുകൊണ്ടുവന്ന പരുന്തുംപാറ കയ്യേറ്റത്തിനെതിരെ സ്വീകരിച്ച നടപടി മന്ത്രി സഭയിൽ വിശദീകരിച്ചു. പരുന്തുംപാറയിൽ കയ്യേറ്റം ഉണ്ടെന്ന വാർത്ത വന്നതിനെ തുടർന്ന് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അവിടെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു. നിരോധനാജ്ഞ ലംഘിച്ച 7 പേർക്കെതിരെ ഇതിനകം ക്രിമിനൽ കേസുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. സാർ, ഇടുക്കിയിൽ കയ്യേറ്റക്കാരുടെ സ്വൈരവിഹാരമാണ് നടക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് ഭൂമി കയ്യേറുന്നത്. ഇവരുടെ പേര് പറയാൻ പോലും സർക്കാരിനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. സർ, 2022 മുതൽ വില്ലേജ് ഓഫീസർ, താലൂക്ക് സർവേയർ അടക്കമുള്ള ആളുകൾ പീരുമേട് തഹസിൽദാർക്ക് നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും സർ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. കയ്യേറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.